ആത്മാവിലെ വേലായുധനെ സ്വന്തം അയൽവക്കത്ത് നിന്നാണ് കണ്ടെടുത്തത്. അടുത്ത വീട്ടിൽ ചങ്ങലക്കിട്ടിരിക്കുകയായിരുന്നു വേലായുധനെ. കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ടിരുന്നില്ല. ഒരു ദിവസം വേലായുധൻ ചങ്ങല പൊട്ടിച്ചു. ഓടി വന്നത് MTയുടെ വീട്ടിലേക്കായിരുന്നു. അടുക്കള വശത്തെത്തി മാളുവേടത്തി ചോറ് വേണമെന്നാണ് വേലായുധൻ പറഞ്ഞത്. മാളുവേടത്തി ചോറ് വേണമെന്ന ആ ശബ്ദമല്ലാതെ വേലായുധന്റെ മറ്റ് ശബ്ദമൊന്നും MT കേട്ടിട്ടില്ല. അമ്മ കോലായിൽ ചോറ് വെച്ചു കൊടുത്തു. പേടി കാരണം MT അത് കണ്ടു നിന്നില്ല. ഈ അനുഭവത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ് ഇരുട്ടിന്റെ ആത്മാവ്. ഭ്രാന്തനെന്ന് മുദ്ര കുത്തപ്പെട്ട ഒരാളുടെ മനസ്സ് സഞ്ചരിക്കുന്ന വഴികളെല്ലാം ഭാവനയിൽ രൂപപ്പെടുത്തിയതാണ്. അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിക്കും ഓപ്പോൾക്കും കുട്ടിയടത്തിക്കും ഒക്കെ കൂടല്ലൂരിൽ പ്രോട്ടോടൈപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമൂഴത്തിലെ ഭീമൻ ഉണ്ടായി വന്നത് മഹാഭാരതം വായിച്ചപ്പോൾ ഉയർന്ന 3 ചോദ്യങ്ങളിൽ നിന്നാണെന്ന് MT പറയുമായിരുന്നു. ദ്രൗപദിക്കായി ഭീമൻ കല്യാണ സൗഗന്ധികം കൊടുത്തോ എന്നോ ദ്രൗപദി നന്ദി പറഞ്ഞോ എന്നോ മഹാഭാരതത്തിൽ കാണുന്നില്ല. അതിനു കാരണം അജ്ഞാതവാസത്തിനായി പോയ അർജുനൻ തിരിച്ചു വരുന്നത് അതേ സമയത്താണ്. അതോടെ ദ്രൗപദിയുടെ താല്പര്യം മാറി. യുദ്ധം തുടങ്ങുമ്പോൾ ഭീമൻ അപ്പുറത്തുള്ളതിനാൽ ഉറക്കം വരുന്നില്ല എന്നാണ് ധൃതരാഷ്ട്രർ പറയുന്നത്. അർജുനനെ അല്ല ധൃതരാഷ്ട്രർ ഭയന്നത്. അർജുനന്റെ മകൻ അഭിമന്യു മരിച്ചപ്പോൾ എല്ലാവരും ദുഃഖിക്കുന്നു. ഭീമനും ദുഃഖിച്ചു. എന്നാൽ ഭീമന് ഹിഡുംബിയിലുണ്ടായ മകൻ ഘടോത്കചൻ മരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ്. ധർമ്മപുത്രരോട് കരയുന്നതെന്തിന്, ഇത് യുദ്ധനീതിയാണെന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. തൊട്ടപ്പുറത്തു നിന്ന് പിതാവ് ഭീമൻ അത് കേൾക്കുന്നുമുണ്ട്. ശത്രുക്കളെ കൊന്നയാളാണ് ജേതാവാകേണ്ടത്. എല്ലാ പ്രധാന ശത്രുക്കളെയും കൊന്നത് ഭീമൻ തന്നെയാണ്. യുദ്ധം ജയിച്ചത് നീയാണെന്ന് ധർമ്മപുത്രർ പറയുന്നുമുണ്ട്. പക്ഷേ അടുത്ത അധ്യായത്തിൽ ധർമ്മപുത്രരുടെ കിരീടധാരണമാണ് നടക്കുന്നത്. ഈ ചോദ്യങ്ങളിൽ നിന്നാണ് രണ്ടാം ഊഴം ആരംഭിക്കുന്നത് എന്നാണ് MT എഴുതിയത്. മഞ്ഞ് കഥ എഴുതാൻ കാരണം ആളുകളോ ചോദ്യങ്ങളോ അല്ല, നൈനീറ്റാൾ എന്ന സ്ഥലമാണ്. അവിടെ കുറച്ചു ദിവസം താമസിച്ച MT ആ സ്ഥലത്തിന്റെ സൗന്ദര്യത്തിൽ നിന്ന് സങ്കല്പിച്ചെടുത്തതാണ് വിമലയുടെ കഥ. നൈനീദേവി എന്ന ക്ഷേത്രത്തിലെ ദേവതയുടെ കാത്തിരിപ്പാണ് വിമലയുടെ അനുഭവമാക്കി മാറ്റിയത്. കൊടും ക്രൂരനായ മനുഷ്യൻ എന്നൊന്നില്ല എന്നായിരുന്നു MTയുടെ സിദ്ധാന്തം. ഏതോ ചില സമയത്ത് ക്രൂരത ചെയ്യുന്നു. എല്ലാവരിലും നന്മയുടെ ഛായയുണ്ടെന്നും MT പറയുമായിരുന്നു. ക്രൂരത മാത്രം ചെയ്യുന്ന വില്ലന്മാരെയോ നന്മ മാത്രം ചെയ്യുന്ന നായകരെയോ MT സൃഷ്ടിക്കാത്തതും അതുകൊണ്ടാണ്. റിസർച്ച് ഡെസ്ക്, ന്യൂസ് മലയാളം.